പൊന്നാനിയിലെ യുവതിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ഭർത്താവ് മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് മുഹമ്മദിനെ കസ്റ്റഡിയിലെടുത്തത്. സംശയം മൂലമാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറയുന്നു. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, ഇന്ന് രാവിലെയാണ് പൊന്നാനി ഹാർബറിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യം ഇത് ആരാണെന്ന് വ്യക്തമായിരുന്നില്ല. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് പൊന്നാനി സ്വദേശിയായ 22 വയസ്സുകാരി ഫാത്തിമയാണ് മരിച്ചത് എന്ന് വ്യക്തമാക്കിയത്. പിന്നീട് തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അതായത് ഈ സംഭവത്തിൽ യുവതിയുടെ ഫാത്തിമയുടെ ഭർത്താവ് മുഹമ്മദിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുമാണ് മുഹമ്മദിനെ പോലീസ് പിടികൂടിയത്. ഇന്നലെ രാത്രി ഇരുവരും ബീച്ചിൽ എത്തിയിരുന്നു, പൊന്നാനിയിലെ ബീച്ചിൽ എത്തിയിരുന്നു. അവിടെ ഏറെ നേരം ഇരുവരും ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. പിന്നീട് മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ബീച്ചിൽ വെച്ച് തന്നെ മുഹമ്മദ് ഭാര്യയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഫാത്തിമയെ സംശയം ഉണ്ടായിരുന്നു, മറ്റ് പല ആളുകളുമായി ഫാത്തിമയ്ക്ക് ബന്ധം ഉണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു സംശയം ഇയാൾക്ക് ഉണ്ടായിരുന്നു. അത് കാരണമാണ് കൊലപ്പെടുത്തിയത് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ പൊന്നാനി പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നീലിമ. ഓക്കെ ശിവദാസ്, സംശയരോഗം ഒരു യുവതിയുടെ കൂടി ജീവൻ എടുത്തിരിക്കുകയാണ്. പൊന്നാനിയിൽ കണ്ട മൃതദേഹം കണ്ടെത്തിയത് ഫാത്തിമയുടേതായിരുന്നു. ഫാത്തിമയുടെ ഭർത്താവ് മുഹമ്മദാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ശിവദാസ് കന്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.